എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സുകാരുടെ ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കുട്ടികളും ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങളായി 2 പാരഗ്രാഫ് തിരിച്ച് അതിൻ്റെ അടിയിലായി 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പാരഗ്രാഫ് നല്ല രീതിയിൽ വായിച്ച് അതിൻ്റെതായ ശരിയായ ഉത്തരങ്ങൾ എഴുതേണ്ടതാണ്. വീഡിയോയുടെ നീളം കൂടുവാതിരിക്കുവാൻ വേണ്ടി മാക്സിമം പാരഗ്രാഫ് സ്ക്രീനിൽ നൽകി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്തെന്നാൽ, വാട്ട് വേർ ദ പ്രൈസസ് വൺ കുഡ് അക്വയർ ഫോർ 8 അനാസ് ഇൻ ഗെയ്റ്റി ലാൻഡ്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് യു കുഡ് അക്വയർ പ്രൈസസ് ദാറ്റ് റേഞ്ച്ഡ് ഫ്രം പിൻകുഷൻസ്, സ്വിംഗ് മെഷീൻ, ക്യാമറാസ് ടു ഈവൺ എ റോഡ് എൻജിൻ. രണ്ടാമത്തെ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ചോദ്യം എന്തെന്നാൽ നരേറ്ററിൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഈ വാസ് ഷോക്ക്ഡ്. മൂന്നാമത്തെ ചോദ്യം എന്തെന്നാൽ ടു മൂവ് ഇൻ എ സർക്കിൾ എന്നൊരു വേർഡിന് അനുബന്ധമായി പാരഗ്രാഫിൽ സെയിം മീനിങ് വരുന്ന വേർഡ് കണ്ടുപിടിക്കുക എന്നാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ലൂപ്പിംഗ് എന്നാണ്. ഇനി 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പോയത്തിൻ്റെ കുറച്ച് ലൈൻസുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധമായി 2 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും എഴുതണം. ഇനി അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 4ാമത്തെ ചോദ്യം, വിച്ച് ലൈൻസ് കൺവേ ദ ഐഡിയ ദാറ്റ് അവർ ലൈഫ് ഈസ് മൊമെൻ്ററി? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് വി ആർ ബട്ട് എ മൊമെൻറ്റ്സ്, സൺലൈറ്റ് ഫേഡിങ് ഇൻ ദ ഗ്രാസ്. 5ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ലൈൻസ് അബോവ്. മുകളിൽ തന്നിട്ടുള്ള ലൈൻസിൽ നിന്ന് കുറച്ച് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പാസ് ആൻഡ് ഗ്രാസ്, ബ്രദർ ആൻഡ് അനദർ. 6ാമത്തെ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ഉത്തരം എന്തെന്നാൽ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. 7ാമത്തെ ചോദ്യം ഒരു പാരഗ്രാഫ് ടൈപ്പ് ചോദ്യമാണ്. ചോദ്യത്തിൽ ദ ആസ്ട്രോണോമർ എന്ന പോയത്തിൻ്റെ കുറച്ച് ലൈൻസ് നൽകിയിട്ടുണ്ട്. ചോദ്യം എന്തെന്നാൽ റൈറ്റ് എ പാരഗ്രാഫ് എബൌട്ട് ഇറ്റ്സ് തീം ആൻഡ് പോയറ്റിക് ഡിവൈസസ്. ഇത് കൂടാതെ ചോദ്യത്തിൻ്റെ അടിയിൽ കുറച്ച് ഇൻറ്റുകളും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ ഈ വർഷത്തെ നടന്ന എല്ലാ വിഷയങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഓരോ വിഷയങ്ങളുടെ ആൻസർ കീയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും അതുകൂടി പരിശോധിക്കുവാൻ ശ്രമിക്കുക. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് ദ ലൈൻസ് ഷോ എ ഡയലോഗ് ബിറ്റ്വീൻ 2 സിബ്ലിങ്സ് ഹൈലൈറ്റിംഗ് ചൈൽഡ്ഹുഡ് ഇമാജിനേഷൻ ആൻഡ് അഡൾട്ട് ലോജിക്. ദ ചൈൽഡ്സ് വിഷ് ടു ക്യാച്ച് ദ മൂൺ റിഫ്ലെക്ട്സ് ഇന്നസെൻറ്റ് ആൻഡ് വണ്ടർ, while Dada's reply showing rational thinking. The poet uses imagery in the picture of moon caught among the tree's branches, making the scene vivid. Dialogue is the main poetic used to express the contrast effectively. ഇതാണ് ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കുന്നത്. 8 മുതൽ 10 വരെയുള്ള 3 ചോദ്യങ്ങൾക്കും ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പാരഗ്രാഫ് പുറത്തു നിന്ന് വന്നിരിക്കുന്ന പാരഗ്രാഫാണ്. ഇതിന് അനുബന്ധമായി 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതാണ്. 8ാമത്തെ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ശരിയായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. ഇതിൽ തന്നെ എയും സിയും ഉത്തരം ശരിയായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരമായിട്ട് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് സി എന്ന ആൻസർ കൊടുക്കാവുന്നതാണ്. 9ാമത്തെ ചോദ്യം എന്തെന്നാൽ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻക്ലൂഡിങ് ഒനിയൻസ് ആൻഡ് ചിക്ക് പീസ് ഇൻ അവർ ഡയറ്റ്? ഒനിയൻസും ചിക്ക് പീസും നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്
പാരഗ്രാഫിൽ നിന്ന് എടുത്ത് എഴുതാനാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തെന്നാൽ ദിസ് കോമ്പിനേഷൻ ഈസ് എ പവർഫുൾ സോഴ്സ് ഓഫ് അയൺ വിച്ച് ഈസ് റിക്വയർഡ് ബൈ ദ ബോഡി ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ഇറ്റ്സ് വേരിയസ് പാർട്സ്. ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഈ രണ്ട് ഫുഡിലും അയേണിൻ്റെ സോഴ്സ് വളരെ അധികമുണ്ട്. അയേണിൻ്റെ ആവശ്യകത എന്തെന്നാൽ ബോഡിയുടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് അത് വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട്. 10ാമത്തെ ചോദ്യം, ഹൗ ഡു വി പ്രിപ്പയർ എ ചിക്ക് പീ സലാഡ്? ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്തെന്നാൽ ചിക്ക് പീ സലാഡ് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എ ക്വിക്ക് വേ ടു പ്രിപ്പയർ ദിസ് പവർ ഫുഡ് ഈസ് ടു മേക്ക് എ ചിക്ക് പീ സലാഡ് വിത്ത് ചോപ്പ്ഡ് ഒനിയൻസ് ആൻഡ് ചാട്ട് മസാല. 11 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി 4 ഹെഡ്ലൈൻസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ 3 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ അനുബന്ധമായുള്ള ഹെഡ്ലൈൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 11ാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഹെഡ്ലൈൻ ദാറ്റ് ടോക്സ് അബൌട്ട് ട്രേഡ് ആൻഡ് ബിസിനസ്. 12ാമത്തത് വിച്ച് ഹെഡ്ലൈൻ റിഫ്ലക്ട്സ് ഓൺ ഇന്ത്യ ഡിഫൻസ് സിസ്റ്റം. 13ാമത്തത് വാട്ട് ഡസ് ദ ഫ്രേസ് ക്രിയേറ്റ് ഹിസ്റ്ററി സജസ്റ്റ് അബൌട്ട് ഇന്ത്യ അച്ചീവ്മെൻറ്റ്സ്. ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്കിനി നോക്കാം. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ട്രംപ് ട്രേഡ് ട്രൂസ് US ചൈന ഡീൽ ഈസസ് ടെൻഷൻ സോയാബീൻ പർച്ചേസ് ബാക്സ് ഓൺ. 12ാമത്തേൻ്റെത് ഡിഫൻസ് ടൈസ് ഡീപ്പൺ ഇന്ത്യ US ഇങ്ക് ന്യൂ 10-year മിലിറ്ററി ഫ്രെയിംവർക്ക്. 13ാമത്തേൻ്റെ ഉത്തരം ഇന്ത്യ ക്രിയേറ്റ്സ് ഹിസ്റ്ററി വിത്ത് ഫസ്റ്റ് വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഇതാണ് ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതായത് ഫ്രേസൽ വെർബ്സ് വച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാൻ. ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് വായിക്കാം. പാരഗ്രാഫ് സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. 14ാമത്തേൻ്റെ എയുടെ ഉത്തരം ടേൺഡ് അപ്പ്, ബിയുടെ ഉത്തരം ചെക്കിംഗ് ഔട്ട്, സിയുടെ ഉത്തരം ഗീവൺ എവേ. 15ാമത്തെ ചോദ്യം എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. അതായത് എഡിറ്റിംഗ് ആണ് ചോദ്യം. പാസേജ് സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ തെറ്റായ വേർഡ്സിന് ശരിയായ വേർഡ്സ് ആയിട്ട് എഴുതാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. എയുടെ ഉത്തരമായിട്ട് വരുന്നത് ഫോർ, ബി ആസ്ക്, സി ഡോണ്ട് കെയർ, ഡി ഇഗ്നോറൻറ്റ്. ആൻസർ കീയുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആൻസർ കീ 2 പാർട്ടുകളായി ചെയ്യാം. അതിൽ 1ാമത്തെ പാർട്ട് ഇതാണ്. 2ാമത്തെ പാർട്ടിൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. പരമാവധി അതും കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.